കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം പൊങ്കാല മഹോത്സവം മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10:15 ശ്രീരക്തചാമുണ്ഡി, ശ്രീബാലചാമുണ്ഡി, ശ്രീ ശാസ്താവ് എന്നീ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ മാർച്ച് 25 തിങ്കളാഴ്ച രാവിലെ 10:38 11:28 മധ്യേ. വൈകുന്നേരം 5 മണി മുതൽ സുപ്രസിദ്ധ സിനിമാ താരം ജയറാമും 100-ൽ പരം വാദ്യപ്രമാണിമാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും. ഇ.പി. ജയരാജന്റെ കള്ളക്കഥകൾ പൊളിയുന്നു. രാജീവ് ചന്ദ്രശേഖറുമായി ഇ.പി. ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാലയാണ് ഈ ചിത്രം പുറത്തുവിട്ടത്. ഇ.പി.യുടെ മകനും ഭാര്യയും നിരാമയിലെ ജീവനക്കാരോടൊപ്പം നിൽക്കുന്നതാണ് ചിത്രം. ഇ.പി. ജയരാജനുമായുള്ള ബിസിനസ് ബന്ധമെന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നതാണ്. ഇ.പി. ജയരാജനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. ഇ.പി. ജയരാജനുമായി തനിക്ക് ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ ആരോപിക്കുന്നവർ തെളിയിക്കട്ടെ, കോൺഗ്രസിന് വികസനത്തെപ്പറ്റി ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സതീശന്റെയും കോൺഗ്രസിന്റെയും സ്ട്രാറ്റജിയാണ് ഇത്. 2014 കേട്ടു തുടങ്ങിയ നുണ 2024 വരെ നീളുന്നു. നുണയല്ലാതെ വികസനത്തെക്കുറിച്ച് കോൺഗ്രസിന് ഒന്നും പറയാനില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന വി.ഡി. സതീശന്റെ പ്രസ്താവനയിൽ മറുപടിയുമായി ഇ.പി.യും രംഗത്ത് വന്നിരുന്നു. ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദേകം റിസോർട്ട് കരാറുണ്ടാക്കിയത്. നിരാമയ NDA സ്ഥാനാർത്ഥിയുടെ കമ്പനിയാണോ എന്നറിയില്ല. നിരാമയ കമ്പനിയുമായുള്ള കരാറിൽ തനിക്ക് ബന്ധമില്ലെന്നും താൻ വൈദേകം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. ബന്ധം തെളിയിച്ചാൽ വി.ഡി. സതീശന് എല്ലാം എഴുതി തരാമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നു. മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത കാണാനിടയായി. അത് വി.ഡി. സതീശൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരുമായി ഇ.പി. ജയരാജന് ബിസിനസ് ഇടപാടെന്നാണ്. ആദ്യം വി.ഡി. സതീശൻ മനസ്സിലാക്കേണ്ടത്, വി.ഡി. സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി.ഡി. സതീശന് സൗജന്യമായി കൊടുക്കുന്നു. വി.ഡി. സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്നാൽ ഞാൻ അപ്പോൾ ഒപ്പിട്ട് കൊടുക്കാം. എനിക്ക് എന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ വി.ഡി. സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു. കേസ് കൊടുത്താൽ തെളിവ് പുറത്തുവിടാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. നേരത്തെ ഇവർ തമ്മിൽ അന്തർധാരയായിരുന്നു. ഇപ്പോൾ പരസ്യ കൂട്ടുകെട്ടാണ്. ബിസിനസ് പങ്കാളിത്തം ഉണ്ടെന്നാണ് താൻ പറഞ്ഞത്. വൈദേകവും നിരാമയും ഒറ്റ കമ്പനി ആയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പിണറായിക്ക് BJP-യെ പേടിയാണെന്നും സതീശൻ വ്യക്തമാക്കിയിരുന്നു. അതാണ് ഇ.പി.യെ ഉപയോഗിച്ച് BJP-യെ പ്രീണിപ്പിക്കുന്നതെന്നും ഇ.പി. പിണറായിയുടെ ടൂളാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. BJP സ്ഥാനാർത്ഥികളോട് എന്താണ് ഇ.പി.ക്ക് ഇത്ര സ്നേഹമെന്നും വി.ഡി. സതീശൻ ചോദിച്ചിരുന്നു. അതേ അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് LDF കൺവീനറെ ഉപയോഗിച്ചുകൊണ്ട് BJP-ക്ക് അനുകൂലമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഭയമാണ്. മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നു. നിരവധിയായ കേസുകളിൽ ED അന്വേഷണം, കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് നടക്കുന്നു. BJP-യെ പേടിയാണ്. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് BJP-യെ പ്രീണിപ്പിക്കാൻ ഇ.പി. ജയരാജനെ കൊണ്ട് BJP അനുകൂല വർത്തമാനം പറയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇ.പി. ജയരാജൻ അതിന്റെ ഒരു ഉപകരണമാണ്. ഇ.പി. ജയരാജനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, ഇ.പി. ജയരാജൻ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള BJP സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ഞങ്ങളോട് പറയാം, പൊതുസമൂഹത്തോട്. എന്നാൽ അതേസമയം ഈ ഒരു വിഷയം ഒരു പ്രചരണായുധം ആക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശശി തരൂർ. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കില്ല എന്നാണ് ശശി തരൂരും പറയുന്നത്. എന്തായാലും ഈ ഒരു ചിത്രം പുറത്തുവിട്ടതോടെ ഇ.പി. ജയരാജൻ പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്.